നമ്മുടെ നാട്ടിൽ ശരിക്കും വേറൊരു കാര്യം കാണുന്നത് ഇപ്പോൾ ഈ അമ്മമാർ കുട്ടികളെ കൂടുതലും തല്ലുന്നത് അച്ഛന്മാരെക്കാൾ കൂടുതൽ അമ്മമാരാണ്. കാരണം അവരാണല്ലോ എപ്പോഴും ഡീൽ ചെയ്യേണ്ടി വരിക. ഞാൻ പലപ്പോഴും ചില അമ്മമാരോട് ചോദിക്കും, നിങ്ങൾ ആ കുഞ്ഞിനെ തല്ലിയപ്പോൾ തല്ലിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം തോന്നിയായിരുന്നോ? ആ സാറേ തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ തല്ലിയത് അപ്പോൾ കുഞ്ഞിന് വേണ്ടിയാണോ അതോ നിങ്ങൾക്ക് വേണ്ടിയാണോ? അപ്പോഴാണ് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നത്. എക്സാക്ട്ലി നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ പേരിൽ തല്ലാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെ അവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരാളെയും ശാരീരികമായി ഉപദ്രവിക്കാനോ തല്ലാനോ ഉള്ള അധികാരമില്ല എന്നുള്ള ഒരു പോർഷൻ, അത് ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന്, നമ്മളൊരു കുഞ്ഞിനെ തല്ലുമ്പോൾ ആ കുഞ്ഞിന് കിട്ടുന്ന മെസ്സേജ് ഒന്ന്, മിക്കവാറും അമ്മ തല്ലുന്നത് ഒരു ദിവസം ചുവരിൽ ക്രയോൺസ് വെച്ച് വരച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, ആ അമ്മ പറയും അവൻ അങ്ങനെ ചെയ്യരുത് കേട്ടോ, അത് വൃത്തിയാക്കണം എന്നൊക്കെ വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് പോകുന്ന അമ്മ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുറേ സ്ട്രെസ്സും വിശ്വാസമായിട്ട് വരുന്ന ദിവസം ഈ കുഞ്ഞ് ചെയ്യുന്ന കാണുമെങ്കിൽ ഒരു കമ്പെടുത്ത് രണ്ടങ്ങ് അടിക്കും. ഈ അടിച്ചത് ഈ വരച്ചത് കൊണ്ട് മാത്രമല്ല, ഈ അമ്മയുടെ മാനസികാവസ്ഥ അത്ര നല്ലതായിരുന്നില്ല, അതുകൊണ്ട് കുഞ്ഞിനെ തല്ലിയതാണ്. അപ്പോൾ ആക്ച്വലി ഈ തല്ലിക്കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു എന്തോ ഒരു ആശ്വാസമുണ്ട്, കാരണം ആ സ്ട്രെസ് ഒന്ന് റിലീവ്ഡായി. പക്ഷേ കുട്ടി കിട്ടിയ മെസ്സേജ് എന്താ? കഴിഞ്ഞ ദിവസം വരച്ചപ്പോൾ അമ്മ അങ്ങനെ തല്ലിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ ചെയ്തപ്പോൾ തല്ലി, എന്തോ പ്രശ്നമുണ്ട്, എന്നെ ഇങ്ങനെ എന്തിനാണ് അമ്മ തല്ലുന്നത്? പക്ഷെ അവിടെ ഇൻഡയറക്റ്റ്ലി സബ്കോൺഷ്യസ്ലി കുട്ടിക്ക് പോകുന്ന കുറച്ച് വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അമ്മ എന്നെ തല്ലി, എന്തുകൊണ്ട് തല്ലി? അമ്മയ്ക്ക് എന്നേക്കാൾ വലിപ്പമുണ്ട്, അമ്മയ്ക്ക് എന്നേക്കാൾ പ്രായമുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് എന്നേക്കാൾ കരുത്തുണ്ട്, ഇതുകൊണ്ട് അമ്മ എന്നെ തല്ലി. അപ്പോൾ ഈ കുട്ടി എന്താ ചിന്തിക്കുന്നത്? എന്നേക്കാൾ വലിപ്പം കുറഞ്ഞ, എന്നേക്കാൾ പ്രായം കുറഞ്ഞ, എന്നേക്കാൾ കരുത്ത് കുറഞ്ഞ ആരെയും എനിക്കും തല്ല. ഇത് മിക്കവാറും തൻ്റെ ഇളയ അനുജനോട് അനിയത്തിയോടെ കാണിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ പോയി കുറച്ച് കരുത്ത് കുറഞ്ഞ കുട്ടികളോട് കാണിക്കും. നമുക്ക് ഈ കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ? ഇത് നമ്മൾ വർഷങ്ങളായി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് ചില അധ്യാപകരെ പറയാറുണ്ട്, നമ്മൾ അലൂമിനി മീറ്റിങ്ങിന് പോകുമ്പോഴത്തേക്ക് ചിലർ പ്രസംഗിക്കും, നമ്മുടെ കുറുപ്പ് സാറതായിരിക്കുന്നു, കണക്ക് പഠിപ്പിച്ച സാറാണ്, ഇദ്ദേഹം അന്നടിച്ച തല്ലുകൊണ്ടാണ് സാറേ ഞാൻ നന്നായത്, അഭിമാനത്തോടെ നമ്മൾ പറയുകയും ചെയ്യും. പക്ഷേ ആലോചിച്ചിട്ടുണ്ടോ, കുറുപ്പ് സാർ അടിച്ച 99 പേരിൽ 5 പേര് നന്നായി, ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? ഇതാരും പറയുന്നില്ല. അപ്പോൾ തല്ലുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഒരു പേരൻറ്റിങ്ങിലെ ഫെയിലിയറാണ്. തല്ലുക അല്ല വേണ്ടത്, അതിന് പകരം നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഡോക്ടർ അനുഭവം എന്താണ് അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു? ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ട്വിൻ ബേബീസ് ഉണ്ട്. 7 വയസ്സാണ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം. പക്ഷേ അൽഹംദുലില്ലാ ആ കുഞ്ഞുങ്ങളെ ഈ 7 വർഷവും ഞാൻ ഇതുവരെ ഒരടി അടിച്ചിട്ടില്ല. ഒരു ദേഷ്യം പിടിച്ചൊരു ഫീലോട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല, പെരുമാറിയിട്ടില്ല. എന്ന് വെച്ചാൽ നൈറ്റ് ടൈമിലൊക്കെ ഫസ്റ്റ് 2 ഇയേഴ്സൊക്കെ കുഞ്ഞുങ്ങൾ ഞാൻ മാത്രമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പുറത്ത് പോകാറുണ്ടെങ്കിലും പിന്നെ ഡ്യൂട്ടി സംബന്ധമായിട്ടൊക്കെ പല സമയങ്ങളിൽ പുറത്തുണ്ട്. പക്ഷേ എങ്കിലും ഈ കുഞ്ഞുങ്ങളൊക്കെ നൈറ്റൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യും. ഒരു സെവനും ഞാൻ വെക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അവരിൽ ആ ഇമോഷൻസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അത് ഈ കുഞ്ഞുങ്ങളിലേക്ക് വരാൻ പാടില്ല. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യം. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് പഠിച്ച് ലൈഫിൽ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് കണ്ട പല കാര്യങ്ങളിലെ അപ്പം ഏറ്റവും നല്ല ഫീലോടുകൂടി, ആ സ്മൈലോടുകൂടി കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ എഴുന്നേൽക്കുമ്പം എടുക്കണം. ഒരു ദേഷ്യം പിടിക്കാതെ ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യണം. അത്രയും നല്ലൊരു ഫീൽ അവർക്ക് കൊടുക്കണം. അത് വെരി ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് പക്ഷേ ഇന്ന് എന്താ പറയുക, അടിക്കുന്ന പാരൻസ് എത്രയോ ഉണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കോ ഇമ്പാക്റ്റ് എന്താണെന്ന് അവരെ അറിയണമല്ലോ. അപ്പോൾ പേരൻസ് പറഞ്ഞത് കാര്യം അടിക്കുന്നതിന് പകരം നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ ചിലപ്പോൾ ഒരു സമയത്ത് ഒരു കുഞ്ഞ് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നന്നായിട്ട് വഴക്ക് പറയുന്നു, ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇവൻ അടിച്ചു പോകുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ, നമ്മൾ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ഇത് കാണുന്നതിൻ്റെ പേരിൽ മാത്രം അടിക്കാതാവുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ കുട്ടിയോട്, അത് ടീനേജിലായാലും ചെറിയ കുട്ടിയായാലും, ആ കുട്ടിയോട് നിങ്ങൾ യു നീഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. അത് വിവരിക്കണം. എപ്പോൾ? ആ കുട്ടി ഇമോഷൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓടിപ്പോടി വരികയല്ല, നിന്നെ എതിരാണ് തല്ലിയെന്ന് പറയുകയല്ല. പകരം ഞാൻ എപ്പോഴും പറഞ്ഞ ഐഡിയൽ ടൈംസ്, കുഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുത്തൂടെ ഒന്ന് പോയി കിടക്കുക, ഒന്ന് ഹഗ് ചെയ്യുക. എന്നിട്ട് മോനെ ഞാൻ അടിച്ച് നിനക്ക് നൊന്തോ, വേദനിച്ചോ, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞ മോനെ ഒത്തിരി ഫീൽ ചെയ്തോ? സത്യത്തിൽ ഞാൻ ഇന്നതിനായിരുന്നു നിന്നോട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഒരു ടച്ച് കീപ്പ് ചെയ്തുകൊണ്ട്, കാരണം ഈ സ്പർശനമെന്ന് പറയുന്നത് മനസ്സിലേക്കുള്ളൊരു തൊടലാണ്, മനസ്സിലേക്ക് കടക്കാനുള്ള. കാരണം അവർ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ, എതിർപ്പുകളില്ലാതെ നമ്മൾ പറയുന്നത് സ്വീകരിക്കാനുള്ളൊരു വഴിയാണത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടച്ചിലൂടെ, ഒരു ഹഗ്ഗിലൂടെ, ഒരു തലോടലിലൂടെ, ഒരു മുടിയിലൊക്കെ ഒന്ന് വിരലോടിച്ചുകൊണ്ട് ഇതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ, ഇനി മോൻ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇത് അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. കാരണം എന്തോരം ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്ന അറിയാമോ? യു ക്യാൻ ഷെയർ യുവർ ഇമോഷൻ. നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ അവരോട് പറയാം. മോൻ അങ്ങനെ കാണിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നി കേട്ടോ, സോ അങ്ങനെ കാണിക്കരുത്. ആ കുട്ടി അത് ചെയ്യില്ല. അതിന് പകരം നമ്മൾ ഈ അടിച്ചതും വഴക്ക് പറഞ്ഞതും ബഹളം ഉണ്ടാക്കിയതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 ദിവസം കഴിയുമ്പോൾ അവൻ മറക്കും, വീണ്ടും പഴയ കുരുത്തക്കേട് വീണ്ടും കാണിക്കും. പക്ഷേ മറ്റേ രീതിയാണെങ്കിലോ സ്വാഭാവികമായിട്ട് അടുത്തണ ചെയ്യുമ്പോൾ വേണ്ട, അമ്മയ്ക്കത് വിഷമമാവും, അച്ഛനത് സങ്കടമാവും, അതുകൊണ്ട് ഞാൻ ചെയ്യണ്ട. ഇത് ഒരു ഇമോഷണൽ ബോണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പേരൻസും കുട്ടിയും നമ്മളൊരു ബന്ധം കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇവരോട്, ഈ കുട്ടികളോട്, നിങ്ങളിത് ചെയ്യരുത്, നീ അങ്ങനെ ചെയ്യരുത്, നമ്മളെല്ലാവരും ഉപദേശമാണല്ലോ ചെയ്യുന്നത്, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നീ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. ഡോക്ടറെ അറിയാലോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുകയാണ് 4+3 = 7. ഡോക്ടർ കേൾക്കുന്ന ഡോക്ടർക്കാർ ഒന്നും ചെയ്യാനില്ല.
ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടു. ദ സെയിം വേ അതാണ് കുട്ടികളിൽ സംഭവിക്കുന്നത്. ഞാൻ പകരം 4+3 = 2 എന്ന് പറഞ്ഞാൽ ഡോക്ടർ തലയ്ക്കകത്ത് ഓട്ടോമാറ്റിക്കലി ദർ ഇസ് എൻ ആൻസർ അല്ലേ, 7 ആണെന്നൊരു ആൻസർ വന്നു. ഇതെങ്ങനെ വന്നു? അപ്പം നമ്മൾ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ഉത്തരമായി കിട്ടുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്തുകൂടെ എന്നൊരു അവരെ ആൻസർ, അവിടെ ഒരു ചാൻസ് ഉണ്ടല്ലോ അവർക്ക് ചിന്തിക്കാനും അവർക്ക് സംസാരിക്കാനും ഒക്കെ ഉള്ള, അങ്ങനെയും കൊടുക്കാം. എക്സാക്ട്ലി. ഇപ്പോൾ ഒരു സ്കൂളിലൊരു കുട്ടിയെ തല്ലിയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നീ മേലെ കുട്ടിയെ തല്ലിയേക്കരുത്, നല്ല അടി വെച്ച് തരും, ഇത് ഭയങ്കര ശരിയല്ല, കുഴപ്പമാണ്, ഇതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്നത് പകരം ചോദിക്കാം, മോനെ നീ ആ കുട്ടിയെ തല്ലിയപ്പോൾ ആ കുട്ടിക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും അവിടെ? അതവന് വേദനിച്ച് കാണും. അപ്പോൾ നിനക്ക് തല്ല് കിട്ടി, നിനക്ക് വേദനിച്ചു, അതുപോലെ നീ ആ കുഞ്ഞിനെ തല്ലിയപ്പോൾ വേദനിച്ചിട്ടുണ്ടാവും. ആ വേദനിക്കുമ്പോൾ കുട്ടിക്ക് എന്ത് ഫീലാണ് ഉണ്ടാവുക? അത് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, എടാ മോനെ നിനക്ക് കിട്ടിയാലും നിനക്ക് അങ്ങനെ വിഷമം ഫീലിംഗ് ഉണ്ടാവില്ലേ? ഉണ്ടാകുമോ? അത് എനിക്കും ഉണ്ടാവും. അപ്പം നമ്മളത് ചെയ്യാൻ പാടുണ്ടോ? അത് ശരിയാണ്. അത് നമ്മൾ ആ കുട്ടിയെ തല്ലരുത് എന്ന് പറയുന്നൊരു മെസ്സേജ് വെറും 2-3 ചോദ്യങ്ങളുടെ ആൻസറായിട്ടാണ് തലയ്ക്കകത്ത് കിട്ടി. എന്താണ് നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം? ജസ്റ്റ് ആസ്ക് സം സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഒരു കോഗ്നിറ്റീവ് മോഡലാണിത്. നമ്മൾ സൈക്കോളജി പഠിക്കുന്ന പോലെ കോഗ്നിറ്റീവ് ബിഹേവിയറിനകത്ത് പഠിക്കുന്ന ഒരു കോഗ്നിറ്റീവ് ടെക്നിക്കാണിത്. ഇത് ആക്ച്വലി ഈ ചോദ്യം ചോദിക്കാൻ കുറച്ച് ക്ഷമ വേണം. ഒന്ന് ആലോചിക്കണം. ചാടിക്കയറി നമ്മൾ കുട്ടിയെ ഉപദേശിക്കാനോ വഴക്കുറോ ചെയ്യുന്നതിന് മുമ്പ് ഇവൻ എങ്ങനെ എനിക്ക് ട്രാപ്പ് ചെയ്യാം, ഈ ചോദ്യത്തിൽ ഇവൻ എങ്ങനെ ഉത്തരം പറയിക്കാം. എന്തെങ്കിലും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ പുള്ളി ഒരു വലിയ തുക ചോദിക്കുകയാണ്, സ്കൂളിൽ നിന്ന് ഒരു പിക്നിക്കിന് പോകുന്നുണ്ട്, അമ്മ എനിക്ക് 5000 രൂപ വേണം, നമ്മുടെ ക്യാഷ് ഇല്ല, ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പോൾ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റില്ല, അതൊന്നും തരാൻ പറ്റത്തില്ല, പൈസ തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിനേക്കാളും കുട്ടിയോട് ചോദിക്കാം, മോനെ ഇവിടുത്തെ സിറ്റുവേഷൻസ്, വീട്ടിലെ സാഹചര്യങ്ങൾ മോനെ അറിയാമോ, എന്താണ് ഇവിടുത്തെ അവസ്ഥ, ഇവിടുത്തെ അവസ്ഥയ്ക്ക് എന്താ കുഴപ്പം? ഈ ഉത്തരമാണ് അവൻ പറയുന്നതെങ്കിലും അവൻ്റെ തലയ്ക്കകത്തൊരു ആൻസർ വന്നിട്ടുണ്ട്. വീട്ടിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ 5000 രൂപ ഈ സ്കോളർഷിപ്പിനെടുത്താൽ നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ പ്രശ്നമാകാൻ സാധ്യതയില്ലേ? യെസ്, ഒരു സാധ്യതയുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പ്രശ്നമാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ചിലപ്പോൾ നമുക്ക് സ്കൂൾ ഫീസ് കൊടുക്കാൻ തികഞ്ഞെന്ന് വരത്തില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ തികഞ്ഞെന്ന് വരത്തില്ല. ഈ ആൻസർ അവൻ്റെ തലയ്ക്കകത്തുണ്ട്. ഒരിക്കലും ആ കുട്ടി അത് പറഞ്ഞില്ലെങ്കിൽ പോലും ആ കുട്ടി പറയും, എന്നാൽ പിന്നെ വേണ്ട, തൽക്കാലം വേണേൽ അടുത്തവണ പൊയ്ക്കോളാം. പക്ഷേ അവൻ്റെ മനസ്സിനകത്ത് നമ്മൾ വലിയൊരു ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ വിസ്ഡവുമായിട്ടായിരിക്കും അവൻ പോകുന്നത്. ഇതിലൂടെ ചെയ്തെന്താ, നാളെ അവൻ മറ്റൊരാളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റുവാനാണ്. അവൻ ഇത് കേട്ടുടനെ ബഹളം വയ്ക്കുന്ന, അടിയുണ്ടാക്കുന്ന, തരില്ല എന്ന് പറയുന്ന, ഒച്ച എടുക്കുന്നതല്ല. ഇവിടെ എന്താ സംഭവിച്ചാൽ പേരൻസ് മിക്കപ്പോഴും അടുത്ത് തരില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അവർ ഒത്തിരി സങ്കടത്തോടെ പറയുന്നത്, പക്ഷെ അവർ കാണിക്കുന്നത് ദേഷ്യമായിട്ടാണ്.